Hello dears, we are discussing Social Science 2nd, Chapter 4 by the Hands of Nature. You might remember what you have learned in the previous class about the landforms created by rivers. Let's recall. What you have seen now is the erosional and depositional landforms created by running water on the surface of the earth. You know that a portion of the surface runoff gets percolated down the soil to form underground water. Today we are going to discuss about landforms created by underground water. ഭൂമിയുടെ ഉപരിതലത്തിൽ ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലേക്ക് ഊർന്നിറങ്ങി ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗമായി മാറുന്നു. നദികളിലൂടെ ഒഴുകുന്ന വെള്ളം, മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം ഇവയെല്ലാം ഭൂമിക്കടിയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ ഒലിച്ചിറങ്ങുന്ന വെള്ളം ഭൂഗർഭജലത്തിൻ്റെ ഭാഗമായി മാറുന്നു. Why is water called as universal solvent? Water is capable of dissolving a variety of different substances. It dissolves more substances than any other liquid. ഒട്ടുമിക്ക വസ്തുക്കളെയും അലിയിച്ച് ചേർക്കാനുള്ള കഴിവുള്ളതിനാലാണ് വെള്ളത്തെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്. വെള്ളം സ്ഥിരമായി ഒഴുകുമ്പോൾ റോക്സിൽ അടങ്ങിയിട്ടുള്ള മിനറൽസ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സൊല്യൂഷൻ. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇറോഷൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ലാൻഡ്ഫോംസിന് കാരണം സൊല്യൂഷനാണ്. Erosion by underground water and the subsequent formation of landforms are the result of solution. Let us see how this takes place. Rocks like limestone easily dissolve in rainwater, which percolate to form underground water. Hence, the erosional and depositional landforms of underground water are mainly confined to limestone regions. Such landform features are generally called karst topography. ചുണ്ണാമ്പുകല്ല് വളരെ വേഗം വെള്ളത്തിൽ ലയിക്കുന്ന തരത്തിലുള്ളതാണ്. ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ലൈംസ്റ്റോണിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പത്തിൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ ലാൻഡ്ഫോംസ് പ്രധാനമായും ലൈംസ്റ്റോൺ റീജിയൻസിലാണ് കാണപ്പെടുന്നത്. ലൈംസ്റ്റോൺ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിലാണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ ലാൻഡ്ഫോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സച്ച് എ ലാൻഡ്ഫോം ഫീച്ചേഴ്സ് ആർ ജനറലി കോൾഡ് കാസ്റ്റ് ടോപ്പോഗ്രഫി. ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്, ജിപ്സം തുടങ്ങിയ ലയിക്കുന്ന പാറകൾ അലിഞ്ഞു ചേർന്ന് രൂപം കൊണ്ട ലാൻഡ്ഫോംസ് ആണ് കാർസ്റ്റ് ടോപ്പോഗ്രഫി. Let us look at few landforms created by underground water. Given diagram 414 is a sketch of a cave formed by the solution of limestone in underground water. The water with dissolved limestone in it drips from the roof of such caves. A portion of this mixture remains on the roof of the cave itself. This deposit of lime grows upside down due to this long continued process. They are called stalactites. Limestone ground water ലയിച്ചുണ്ടാകുന്ന മിശ്രിതം ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്ക് തുള്ളിയായി വീഴുന്നു. ഇങ്ങനെ താഴെ വീഴുന്ന മിക്സ്ചറിൻ്റെ കുറച്ച് ഭാഗം ഗുഹയുടെ മുകൾ ഭാഗത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ പ്രോസസ്സ് ഏറെ കാലം തുടരുന്നതിൻ്റെ ഫലമായി ഈ ലൈം നിക്ഷേപങ്ങൾ താഴേക്ക് വളരുന്നു. ചുണ്ണാമ്പിൻ്റെ ഈ മിശ്രിതം ഗുഹയുടെ റൂഫിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും. ഈ ലാൻഡ്ഫോമിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാലക്ടൈറ്റ്സ്. The deposit of lime on the floor of the cave also grows upward as a result of the deposition from above. These are called stalagmites. ഗുഹയുടെ റൂഫിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ലൈം മിക്സ്ചർ ഗുഹയുടെ ഫ്ലോറിൽ അടിഞ്ഞുകൂടുന്നു. ഈ ലൈം ഡിപ്പോസിറ്റ് താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ലാൻഡ്ഫോമിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാലഗ്മൈറ്റ്സ്. സ്റ്റാലക്ടൈറ്റ്സ് ആൻഡ് സ്റ്റാലഗ്മൈറ്റ്സ് do merge together with further growth. Can you identify the landform created by the merging of stalactites and stalagmite from the picture? സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലഗ്മൈറ്റ്സും കാലക്രമേണ കൂടുതൽ വളരുന്നതിലൂടെ പരസ്പരം കൂടിച്ചേരാറുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന ലാൻഡ്ഫോമാണ് ലൈംസ്റ്റോൺ പില്ലേഴ്സ്. Now you might have understood that the limestone caves are formed by erosion and stalactites, stalagmites and limestone pillars are formed by deposition. The Bora Caves near Visakhapatnam in Simandra is an example for limestone caves. The wonderful landforms have made the caves a tourist hotspot. Now you might have understood that the landforms created by underground water.